രാഹുലിനെതിരെ ഒരു ഈ സംസ്ഥാനത്ത് വലിയൊരു ആരോപണം നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നല്ലോ. എന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ആര് ഉയർത്തിക്കൊണ്ടുവന്നു? ആരാ ഉയർത്തിക്കൊണ്ടുവന്ന? LDF ആണോ? CPM ആണോ? എവിടെ CPM? എവിടെ CPM? മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത വന്നു, മാധ്യമങ്ങളുടെ ഓഡിയോ സന്ദേശം വന്നു, വാട്സാപ്പ് ചാറ്റ് വന്നു. അതിന് പിന്നാലെ നാടെമ്പാടുമുള്ള യുവതികൾ ഇയാൾ അയച്ചു കൊടുത്തിട്ടുള്ള വഷളൻ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചു. തൻ്റേതാണോ ചോദിക്കുമ്പോൾ എന്റേതാണോ എന്ന് പറയാനുള്ള ഉറപ്പില്ലാത്ത ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ പറയട്ടെ. ഇന്നലെ അയാൾ പറയാണ് എനിക്ക് സൗകര്യമുള്ളപ്പോൾ വ്യക്തത വരുത്തുമെന്ന്. അയാൾ വ്യക്തത വരുത്താതെ ഇങ്ങനെ കളിക്കും. ആ കളിയുടെ കൂടെ നിന്ന് മാറാനാണ് നിങ്ങളുടെ വിധി. അയാൾക്ക് സൗകര്യമില്ല വെളിപ്പെടുത്താൻ, വ്യക്തത വരുത്താൻ. അയാൾ സൗകര്യമുള്ളപ്പോൾ വ്യക്തത വരുത്തും. ആ വ്യക്തത വരുത്തുന്നത് വരെ അയാളുടെ കൂടെ നിന്ന് നാറാനാണ് നിങ്ങളുടെ വിധി. അല്ല, നിങ്ങളതിനകത്ത് കൂടുതൽ വർത്തമാനം പറഞ്ഞ ഒരു കാര്യമില്ല. അപ്പൊ സൗകര്യമുള്ളപ്പോൾ പോലീസ് അന്വേഷിക്കത്തുള്ളൂ. പോലീസിന് പരാതിയില്ലെന്ന്. പരാതിയില്ല. ശരി, പരാതിയില്ല. അപ്പൊ നിങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഈ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്താ? പുറത്തു വന്ന ഓഡിയോ സന്ദേശം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പുറത്തു വന്ന ഓഡിയോ സന്ദേശം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്നതാണോ? കേസും കൂട്ടവും സാങ്കേതികതയും നിങ്ങൾ എന്റെ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് മുൻ ഭാര്യ ചാനലിൽ മുഖമടക്കം വന്നിരുന്നു പറഞ്ഞിട്ട് പോയ ആളാണ് M. മുകേഷ്. മുകേഷിനെ കുരിശേ കയറ്റിയവരല്ലേ നിങ്ങൾ? അത് അവരോട് പറ. ഇത് ജനം ചോദിക്കും എന്താ പറയുന്നേ? എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് പറയുക, ഗർഭിണിയായ ശേഷം അത് അലസിപ്പിക്കാൻ നിർബന്ധിക്കുക. അല്ല, പുറത്തു വന്ന ഓഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മിക നിലപാടെന്താണ്? കേസ് വിട്, സാങ്കേതികത വിട്. ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യാമോ എന്നാണ് കോൺഗ്രസിന്റെ ധാർമ്മിക നിലപാട്. നിങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയല്ലേ? ഞാൻ എനിക്ക് ഒരു മിനിറ്റ് വഴങ്ങുമോ? ഒരു മിനിറ്റ്. ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി അങ്ങ് തന്നെ അങ്ങയുടെ വാഗൊണ്ട് തന്നെ പറഞ്ഞ പരാതിയില്ലാത്ത കേസ്, ആ കേസിൽ വളരെ കൃത്യമായി എടുക്കാവുന്ന നിലപാടിന്റെ പരമാവധി നിലപാട് അത് എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ കേരളത്തിലെ ലീഡർഷിപ്പിനോട് ഇനി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, വെള്ളക്കീർ കടലാസിൽ പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങളുടെ ലീഡർഷിപ്പിനോടെങ്കിലും പരാതി നേരിട്ട് അറിയിച്ചാൽ പോലീസ് എടുക്കുന്ന ആക്ഷനുകൾക്ക് മുമ്പ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് വളരെ കൃത്യമായി പറഞ്ഞില്ലേ? ഡിസ്മിസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി 4 മാസമായി പോലീസ് എന്തു പണിയാ ചെയ്തത് എന്നുകൂടി പാലക്കാട്ടെ ജനങ്ങൾ ഇവരോട് ചോദിക്കും എന്നതുകൂടി മനസ്സിലാക്കണം. പിന്നെ പ്രചരണ രംഗത്ത് അയാൾ വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ UDF കൺവെൻഷനുകളിൽ ഉണ്ടോ? UDFന്റെ ഇലക്ഷൻ കൺവെൻഷനുകളിലാണോ? അങ്ങ് പറയുന്നത് വീട് കയറിയ കാര്യമാണ്. ആ വീട് കയറിയ കാര്യത്തിൽ അയാൾക്ക് വേണ്ടി വീട് കയറിയവർ ചിലപ്പോൾ മത്സരിക്കാൻ പോകുമ്പോൾ അയാൾ വീട് കയറിയെന്ന് വരും. നാളെ നിഷാദും ഞാനും തമ്മിൽ നല്ല സൗഹൃദമാണ്, ഞാൻ മത്സരിക്കാൻ പോകുന്നു. നിഷാദ് ചിലപ്പോൾ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്ത് എനിക്ക് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് വരും. അതൊക്കെ വൈകാരികമായ വ്യക്തിപരമായ ബന്ധങ്ങളുടെ ഭാഗമാണ്. അതിനെല്ലാം കൂടി ഇത് കേരളത്തിലെ മുഴുവൻ നമ്മൾ തമ്മിൽ സൗഹൃദമുണ്ട്. വസന്ത് നാളെ മത്സരിക്കാൻ പോകുമ്പോ ഞാൻ കളങ്കിതനാണെങ്കിൽ എന്നോട് വിളിച്ചിട്ട് സഹായിച്ച് ഉപദ്രവിക്കരുത് എന്ന് പറയാണ് വസന്ത് ചെയ്യേണ്ടത് കേട്ടോ. അല്ല നിഷാദ് അങ്ങേക്കെതിരായി പുകപടലത്തിൽ നിൽക്കുന്ന ഒരു ആരോപണത്തിന്റെ പേരിൽ അങ്ങേ ഒരു തവണ വാട്സാപ്പിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനും എന്റെ സഹപാഠി കൂടിയായിട്ടുള്ള രാഹുൽ ഈശ്വർ അടക്കം എല്ലാവരും തന്നെ അഭിഭാഷകരാണ്. അപ്പൊ ഒരു പരാതി പോലും ഇല്ലാത്ത കേസിൽ നിയമപരമായി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ? എന്റെ നിയമപരമായ ചോദ്യത്തെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞെന്താണ്, ഈ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ സന്ദേശം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കാത്തു സൂക്ഷിക്കേണ്ട ധാർമ്മികതയ്ക്കെതിരാണെന്ന് നിങ്ങളുടെ പാർട്ടി മനസ്സിലാക്കി മാറ്റി നിർത്തി എന്നുള്ളത് വാക്കിലേ ഉള്ളൂ. സത്യത്തിൽ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. നിങ്ങളുടെ പാർട്ടിയിലെ സംസ്ഥാന തലം മുതൽ താഴെ വരെയുള്ള നേതാക്കൾ രാഹുലിനോട് പലതരത്തിലുള്ള അനുഭാവം പ്രകടമാക്കുന്നു. താഴെത്തട്ടിലെ നേതാക്കൾ അയാളെ കൊണ്ടു നടന്ന് ആഘോഷിക്കുന്നു, അയാളെ വീട് കയറ്റി വോട്ട് ചോദിക്കുന്നു. നിങ്ങളുടെ സ്ത്രീ സുരക്ഷാവാദം, നിങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികതാവാദം പൊള്ളയാണ്. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണ്. കർശനമായ നടപടി ഇമാതിരി കക്ഷികൾക്കൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എടുത്തതിന് ശേഷം എന്താ സംഭവിച്ചത്? അയാളുടെ കൂലിപ്പട്ടാളം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ എന്തുമാത്രം ഹീനമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നത് കേരളം കണ്ടു. എന്നിട്ടും കൊണ്ട് നടക്കുന്നു അയാളെ നിങ്ങളും നിങ്ങളുടെ കക്ഷി നേതാക്കളും ഘടകകക്ഷി നേതാക്കളും അടക്കം. അപ്പോൾ ഒരു കാര്യം ഓർത്തോളുക വസന്തേ, ഈ കാര്യത്തിലൊക്കെ കർശനമായി നടപടിയെടുത്ത് മാറ്റി നിർത്തുക എന്നത് കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊഴികെയുള്ള വർത്താനം, സ്ത്രീ സുരക്ഷ ഒഴികെയുള്ള വർത്താനം പറഞ്ഞാൽ മതി.
അല്ല, അങ്ങേക്ക് തോന്നുന്നതാണ്. ഞങ്ങൾ എന്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ എത്തിക്കൽ ബേർഡൻ, ധാർമ്മികപരമായ ബാധ്യത, ആ ബാധ്യതയുടെ പുറത്ത് അയാളെ സസ്പെൻഡ് ചെയ്തു. ഇനി ആ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഞങ്ങളല്ല, രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ല ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. അയാൾ തെറ്റ് ചെയ്തെങ്കിൽ അത് ഏത് വിധേനയും കണ്ടെത്തി അയാളെ അകത്തിടേണ്ട ഉത്തരവാദിത്വം ഈ സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് സംവിധാനത്തിനാണ്. ഞങ്ങൾ ഇതാ സ്ത്രീ സുരക്ഷ നൽകുന്ന ഒരു സർക്കാരാണ് എന്ന് അവകാശപ്പെടുന്ന അവരുടെ വാദമാണ്. ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടമല്ല ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ. ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ വാസുവാണ്. ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ പത്മകുമാറാണ്. ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ വാസവനാണ്. സ്വർണം കട്ട വിജയ് മല്യ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയ വിജയൻ സർക്കാരാണ് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ. അത് റിസൾട്ട് വരുന്ന ദിവസം അങ്ങേക്ക് മനസ്സിലാവും.